വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ 7ാം ക്ലാസ്സിലെ ആൽജിബ്രയുടെ പേജ് നമ്പർ 171 കണക്കാവും നിങ്ങളെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ല എന്ന് കമൻറ്റ് ബോക്സിൽ കണ്ടു. കാരണം നമ്മൾ ഇതുവരെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തറിയോ, നമുക്ക് അടുത്തടുത്ത സംഖ്യകളായിരുന്നു തന്നത്. ഇപ്പം നോക്കിയാൽ 6, 8, 10, 12, 14 2ൻ്റെ ഡിഫറൻസ് ആണ്. എല്ലാത്തിലും 2ൻ്റെ ഡിഫറൻസ് ആണ് വന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താണ് അത് നമുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടുമെന്ന് നമുക്ക് അറിയാം. നമ്മൾ കുറേ ചെയ്തതാണ്. അഥവാ അറിയത്തില്ലെങ്കിൽ ആ നേരത്തെ പാർട്ട് 1, 2, 3 ഞാൻ ഇട്ടിട്ടുണ്ടോ നിങ്ങളെ കയറി കാണണേ കേട്ടോ. പാർട്ട് 1, 2, 3 ഒക്കെ നമ്മൾ ഇട്ടതാണ്. അതിനകത്തിൽ ആ ചെയ്തിരിക്കുന്നതിൻ്റെ എല്ലാം നോക്കിക്കേ, ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇതിൻ്റെ എത്ര മടങ്ങ് അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തതാണ്, ഇനിയിപ്പോൾ പറയണ്ടല്ലോ. പക്ഷേ നോക്കിക്കേ, രണ്ടാമത്തേതിലേ രണ്ടാമത്തെ എക്സസൈസിൻ്റെ പ്രത്യേകത നോക്കിയോ നിങ്ങളെ. ഇവിടെ കണ്ടതുപോലെ സംഖ്യാഗോപുരം ഉണ്ടാക്കാനേ ഏത് സംഖ്യയിൽ നിന്നും തുടങ്ങാം, ഒരേ അകലം ഇടവിട്ടാകണമെന്നില്ല. ഉദാഹരണമായിട്ട് ഈ ഗോപുരം നോക്കുക എന്ന് എന്തോന്ന് വല്ലോ മനസ്സിലായോ? നമുക്ക് നേരത്തെയുള്ള സംഖ്യകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാവുമായിരുന്നു. ഇപ്പം ഇത് നോക്കി 6ഉം 2ഉം 8ആണ്, 8ഉം 2ഉം 10ആണ്, 10ഉം 2ഉം 12 ആണെന്നൊക്കെ നമുക്ക് ആ ഡിഫറൻസ് അറിയായിരുന്നു. അപ്പോൾ അത് വെച്ച് കൂട്ടുമ്പോഴൊക്കെ നമുക്കറിയായിരുന്നു. പക്ഷേ ഈ നോക്കിക്കേ, ഇതിൻ്റെ പ്രത്യേകത എന്താവും നിങ്ങളെ, ഇത് അടുത്തടുത്ത സംഖ്യകളൊന്നും അല്ല അല്ലേ. ഒരേപോലെ 2ൻ്റെയോ 3ൻ്റെയോ ഏതിൻ്റെയിലും ഒക്കെ ഡിഫറൻസ് ആണോ വന്നത്? അല്ല. പക്ഷേ ഉണ്ടല്ലോ ഇതിൻ്റെ താണ്ടെ ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10 കണ്ടോ, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ഇതുപോലെ ഈ ഗോപുരത്തിലെ ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ കണക്കാക്കി എഴുതുക എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇവർ ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. 10ഉം 1ഉം 11ആണ്, 1ഉം 9ഉം 10ആണ്, 9ഉം 10ഉം 19ആണ്, 11ഉം 10ഉം 21ആണ്, 10ഉം 19ഉം 29ആണ്, 21ഉം 29ഉം 50ആണെന്ന് അവർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഈ ഗോപുരത്തിലെ ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ എന്തുവാ കണക്കാക്കി എഴുതുക എന്നാ. ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മൾ ബോക്സിൽ തന്നെ അങ്ങ് ചെയ്യാം. നോക്കിക്കേ, 10ഉം 2ഉം അല്ലേ, 10ഉം 2ഉമാണ് തന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഇവിടെ ഓൾറെഡി നമുക്ക് തന്നുകൊണ്ട് നമുക്ക് എഴുതാം. 10ഉം 2ഉം 12ആണ് അല്ലേ, അത് നമുക്കറിയാം കാരണം തന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, 2ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 10 വരുന്നത്? 8ആണ് അല്ലേ. 8ഉം 2ഉമാണ് 10. ഇനി 8ഉം 10ഉം കൂടി കൂട്ടിയാൽ 18ആണ് അല്ലേ, ഇത് നമുക്കറിയാം. ഇനി അടുത്ത 12ഉം 10ഉം 22ആണ്. ഇനി 10ഉം 18ഉം 28ആണ് അല്ലേ, സംശയമില്ലല്ലോ. ഇനി 28ഉം 22ഉം കൂടെ കൂട്ടുമ്പോൾ 50ആണ് നമുക്ക്. കാരണം നമുക്ക് 2-3 ഹിൻഡ് ഇതിനകത്തിൽ തന്നതുകൊണ്ട് അല്ലേ, 2-3 തന്നിട്ടുണ്ട്. ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10, പിന്നെ ഒരു 2 ഒക്കെ തന്നതുകൊണ്ട് നമ്മൾ അതേ പിടിച്ചാൽ കീറിപ്പോകാൻ നമുക്കറിയാം അല്ലേ. പക്ഷേ എന്താ ഇനി അങ്ങോട്ട് നോക്കണേ നിങ്ങളെ, ഇവിടെ നമുക്ക് 1, 2, 3 തന്നിട്ടുള്ളതുകൊണ്ട് നമുക്കതിൽ എന്ത് ചെയ്യാം, അവർ ഇതുപോലെ ഗോപുരത്തിലെ ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ നോക്കി കണക്കാക്കാൻ എഴുതിയല്ലോ, സംശയമൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിലേ 172 പേജ് നോക്കണേ നിങ്ങളെ. ഇതുപോലെയുള്ള ഒരു ഗോപുരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഈ 10കളൊന്നും മാറ്റാതെ, മുമ്പ് നമ്മൾ കാണിച്ചില്ലേ നിങ്ങളെ ടെസ്റ്റിലാണ്ട് 10 കണ്ടോ, ഇവിടെ 1, 2, 3 കണ്ടോ, ഇവിടെ 1, 2, 3 എവിടെയൊക്കെയാണെന്ന് കണ്ടോ. ഈ 10കളൊന്നും മാറ്റാതെ നിങ്ങൾ എന്താ ഇവിടെ വേറെ മാറ്റിയായിരുന്നല്ലോ. ഏതൊക്കെയാ? ഇവിടെ 2 കണ്ടോ, ഇവിടെ ഒരു 2 കണ്ടോ. ഈ 2 മാറ്റിയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ കൊടുത്തോ, അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഗോപുരത്തിൽ 10കളൊന്നും മാറ്റാതെ താഴത്തെ വരിയിലെ രണ്ടാമത്തെ സംഖ്യ മാറ്റി 1നും 2നും പകരം എഴുതി തുടർന്നുള്ള സംഖ്യകൾ കണക്കാക്കുക. ഏറ്റവും മുകളിലെ സംഖ്യ 50 തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാനാണ്. പേജ് നമ്പർ 172 ഏറ്റവും മുകളിലത്തെ ചോദ്യം കണ്ട കുഞ്ഞുങ്ങളെ. ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും ഏത് മീഡിയം ആയിക്കോട്ടെ, ചോദ്യം നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാണ്ട് ഈ ചോദ്യം കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങളെ? ഇതങ്ങ് സൂമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സൂമാ അല്ലേ. ഓക്കെ, ഇപ്പോൾ കാണാമല്ലോ. കണ്ടേ, ഇതുപോലെയുള്ള ഒരു ഗോപുരത്തിൽ സംഭവം പിടികിട്ടിയോ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? നമുക്ക് അവർ ആ 10 അതുപോലെ തന്നെ എഴുതണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ടെസ്റ്റിലെ ഒരു ചോദ്യം തന്നെയായിരുന്നു ഇത്. 10 ഇത് നമ്മൾ ചെയ്തില്ലേ, 12ആണ്. ഇപ്പോൾ 2ഉം 8ആണ്, 10ഉം 8ഉം 18ആണ് അല്ലേ. നമുക്ക് കിട്ടിയായിരുന്നല്ലോ നിങ്ങൾ അല്ലേ. 12ഉം 10ഉം 22ആണ്, 10ഉം 18ഉം 28ആണ്, 28ഉം 20ഉം 50ആണ്. ഇത് നമുക്ക് ഓൾറെഡി നമുക്ക് ടെസ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലേ. ഇനിയും
ഇതും ടെസ്റ്റിലുണ്ടല്ലേ. ഇനി നോക്കിക്കേ, നിങ്ങൾ ഈ 2 മാറ്റിയിട്ടേ, നമ്മളോട് പറഞ്ഞത് ഈ 2 മാറ്റിയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും സംഖ്യകൾ ചേർക്കൂ എന്നാണ് പറയുന്നത്. ഈ 2 മാറ്റിയിട്ട് വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ, നമുക്ക് 4 കൊടുക്കാം. നിങ്ങളെ ഇവിടെ ഒരു 4 കൊടുത്തു നോക്കാം. അവർ പറഞ്ഞത് 1ഉം 2ഉം ആയിരുന്നു ഇതുവരെ ഇട്ടിരുന്നത്. ഇവിടെ 1 ഇട്ട് കൊടുത്തു അല്ലേ, ഇവിടെ 2 ഇട്ട് കൊടുത്തു. ഇനി നിങ്ങൾ അതല്ലാതെ ഞാൻ 4 ഇട്ട് കൊടുക്കാം. നോക്കണേ, 10ഉം 4ഉം 14 അല്ലേ. 4ൻ്റെ കൂടെ എത്ര കൂട്ടിയാലോ നിങ്ങളെ? 10. 6 അല്ലേ. 6ഉം 4ഉം 10. 10ഉം 6ഉം എത്ര നിങ്ങളെ? 16. മനസ്സിലായോ? ഇനി 14ഉം 10ഉം 24. 10ഉം 16ഉം 26. 6ഉം 4ഉം 10. ഇവിടെ എന്ത് വരും നിങ്ങളെ? 50 തന്നെ വരും. നിങ്ങളിത് മാറ്റിയിട്ടൊന്ന് ചെയ്തു നോക്കാനാ പറഞ്ഞത് കേട്ടോ. ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഞാനൊരു 9 കൊടുത്തു നോക്കാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കൂ എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ നോക്കിക്കേ. ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ എന്താ? 10 താഴെ വേണേ കേട്ടോ. നോക്കിക്കേ, 10ഉം 9ഉം 19 അല്ലേ. 9ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 10 വരുന്നത്? 1. ഇനി 10ഉം 1ഉം 11. 10ഉം 19ഉം 29. 10ഉം 11ഉം 21. 29ഉം 21 കൂടെ കൂട്ടുമ്പോഴോ 10, 5. യെസ്, കറക്റ്റ് 50 തന്നെ കിട്ടും. ഇതാണ് ഇപ്പോൾ പിടികിട്ടിയോ സംഭവം? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് എന്താണെന്നറിയോ? നാണ്ടേ ഇവിടെ ലാസ്റ്റ് 2 എണ്ണവും അതിൻ്റെ മിഡിൽ നമ്പറും ആരാന്ന് നോക്കിക്കേ? 10 ആണ്. അതിൻ്റെ മിഡിൽ നമ്പർ ആരാവും നിങ്ങളെ? 10 ആണ്. ഇതിൻ്റെയും മിഡിൽ നമ്പർ അത് തന്നെയല്ലേ? കാരണം അതിൽ കുറവല്ലേ നമ്മൾ ഇവിടെയൊക്കെ ചെയ്ത് വെക്കുന്നത് ഇല്ലേ? ഇപ്പം നിങ്ങൾക്ക് ചിലർക്കൊക്കെ അത് മനസ്സിലായി കാണും. കണ്ടോ, മിഡിൽ നമ്പർ 10 വന്നത്. തന്നെയുമല്ല, ഇതിനകത്തിൽ എന്താ, ഇപ്പോൾ നമ്മൾ ഇത് കിട്ടണമെങ്കിൽ ഈ 10ൽ നിന്ന് ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാലാണ് 10 കിട്ടുന്നത് എന്നൊക്കെ വെച്ചല്ലേ നമ്മൾ മേപ്പോട്ട് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനി നമ്മൾ ബീജഗണിത രൂപത്തിൽ ഇതിങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു. എങ്ങനെ ചെയ്താലും നമുക്ക് 50 കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ഈ 3 10 വന്നതുകൊണ്ട് കേട്ടോ. അല്ലാതെ ഏതെങ്കിലുമൊക്കെ നമ്പർ വെച്ച് കഴിഞ്ഞാലൊന്നും കിട്ടത്തൊന്നുമില്ല. നമുക്ക് ഹിൻഡ് തന്നിട്ടുണ്ട്. എന്താ? 3 10 അവിടെ തന്നിട്ടുണ്ട്. അത് മാറ്റണ്ട, ബാക്കിയുള്ളത് നിങ്ങൾ മാറ്റി ചെയ്താൽ മതിയെന്ന്. ഇനി അത് ബീജഗണിത രൂപം ഉപയോഗിച്ച് ചെയ്യണം. എന്താ നിങ്ങളെ? ബീജഗണിത രൂപം ഉപയോഗിച്ച് ആൾജിബ്ര ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ബീജഗണിത രൂപത്തിൽ എങ്ങനെ എഴുതുമെന്നാവും നിങ്ങളെ? ഇവിടെ ആകെ നമുക്ക് എന്താണ്? 10 10 10 എന്ന് 3 എണ്ണം തന്നിട്ടുണ്ട് ഇല്ലയോ? വേറെ നമുക്കൊന്നുമില്ല. ഇത് നമ്മൾ ആൽജിബ്രിക് ഫോമിലോട്ട് എഴുതണം. എങ്ങനെ എഴുതണം? ആൽജിബ്രിക് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ സെഡിൽ ആൽജിബ്രിക് ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ നമ്മളിവിടെ എക്സ് എന്നൊരു എക്സ് എന്ന് പേര് കൊടുത്തു അല്ലേ. അപ്പം 10 എക്സ്, 10ഉം എക്സും കൂടെ കൂട്ടുകയാണ്. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 10 അധികം എക്സ് എന്ന് കിട്ടി അല്ലേ. 10ഉം എക്സും കൂടെ കൂട്ടിയപ്പം 10 അധികം എക്സ്. ഇനി നോക്കിക്കേ, ഇവിടെ എത്ര ആണെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ എന്താണെന്ന് അറിഞ്ഞെങ്കിലേ ഇത് രണ്ടും കൂടെ കൂട്ടി ഇവിടെ എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം എന്താ നിങ്ങളെ? ഇവിടെ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇവിടെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് കേട്ടോ. അപ്പം നമ്മൾ അല്ലെങ്കിൽ തന്നെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ഇത് വരുന്നത് അല്ലേ. ഏതെങ്കിലും 2 എണ്ണം ഇല്ല. അപ്പം നമ്മൾ എക്സ് നോക്കണേ, തരാത്തതിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞു അല്ലേ. എക്സ് പ്ലസ് എന്താണ് തരാത്തത്? ഈസിക്കൽ ടു 10. അതായത് 10ൻ്റെ കൂടെ ഇവിടെ നമുക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ അത് ഏതാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ അതുകൊണ്ട് അതിനെന്താ 10 മൈനസ് എക്സ് എന്ന് പേര് കൊടുത്തു. 10 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയണ്ടേ? എക്സ് എന്ന് പേര് അല്ലേ. എക്സ് ഏതാണെന്ന് നമുക്കറിയത്തില്ല. അതിൻ്റെ കൂടെ ഈ എക്സും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് 10 കിട്ടുന്നത്. എക്സ് എന്ന് പറയുന്നതിൻ്റെ കൂടെ നമുക്ക് കിട്ടാനുള്ള ഏതാണോ അല്ലേ, അതുകൂടെ കൂട്ടുമ്പോഴാണ് ഈ 10 കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ കഴിഞ്ഞിട്ടുള്ളതിനെയാണ് നിങ്ങൾ എപ്പോഴും ഫസ്റ്റിൽ എഴുതുന്നത് 10. എന്നിട്ട് ഈ പ്ലസ് എന്താ എക്സ് പ്ലസ് അല്ലേ, അതിനെ ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അതങ്ങ് മൈനസ് എക്സ് ആയിട്ട് മാറും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒന്ന് മനസ്സിലാക്കണേ. അങ്ങനെയാണ് ഇവിടെ 10 മൈനസ് എക്സ് വന്നത്. മൈനസ് എക്സ് ഇത് രണ്ടും കൂടി എന്നിട്ട് കൂട്ടി വേണം ഇവിടെ ഇത് വന്നത് എങ്ങനെയാണെന്ന് അറിയണേ കേട്ടോ. മനസ്സിലായോ കേട്ടോ? അപ്പം ഇനി എന്താ? 10ഉം 10ഉം 20 കേട്ടോ. 10ഉം 10ഉം 20 മാത്രമേ ഉള്ളൂ. മൈനസ് എക്സ് ഉണ്ട്, ഒരു മൈനസ് എക്സ് കേട്ടോ. ഇത് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഒന്നുകൂടെ നല്ലപോലെ മനസ്സിലാക്കണേ ഇത് എങ്ങനെയാണ് വന്നത്. കാരണം നമുക്കിത് തന്നിട്ടില്ലായിരുന്നു, അതെങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളത്. ഇനി ഇവർ തങ്ങളുടെ കൂട്ടണം. 10ഉം 10ഉം എത്ര? 10ഉം 10ഉം 20 പ്ലസ് എക്സ്. ഇനി 10ഉം എന്താ 10ഉം ഉണ്ട്, പിന്നെ ഒരു 20 മൈനസ് എക്സും ഉണ്ട് അല്ലേ. 10ഉം 20 മൈനസ് എക്സും കൂടെ ആകുമ്പോൾ എത്ര? 30 മൈനസ് എക്സ് വരും അല്ലേ. കൂട്ടുവാണേ 30 മൈനസ് എക്സ് അല്ലേ. ഇനി എന്താ? 20 പ്ലസ് എക്സും 30 മൈനസ് എക്സും.
20, 30, 50 ഡിഫറൻറ്റ് സൈൻ വന്നാൽ വെട്ടിപ്പോവും. ബാക്കി 50 ഇവിടെ വരുന്നത്. ഇതാണ് നമ്മൾ ആ കണക്കിനെ ആൾജിബ്രിക് ഫോമിലോട്ട് എത്തുന്നത്. ഇവിടാണ് ഈ വരുന്നതാണ് എല്ലാവർക്കും തെറ്റുന്നത്. കാരണം ഇവിടെ എങ്ങനെയാണ് ഈ വരുന്നതെന്ന് അല്ലേ, ഇവിടെ രണ്ടിടവും എങ്ങനെയാണ് വരുന്നതെന്നാണ്. കാരണം ഇവിടെ 10 ഉണ്ട് കുഞ്ഞെ ഇല്ലേ, ഇവിടെ 10 ഉണ്ട്. നമ്മുടെ ഓൾറെഡി ക്വസ്റ്റ്യൻ അതിലുണ്ട്. ആ 10ൻ്റെ കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോഴാണ് നമുക്കിവിടെ വരുന്നത്. അത് ഏതാണെന്ന് നമുക്കറിയത്തില്ല. അതിനെ നമ്മൾ എന്താ എക്സ് എന്ന പേരിട്ട് കൊടുത്തു ഇല്ലേ. ആ എക്സിൻ്റെ കൂടെ എത്രയോ കൂട്ടുമ്പോൾ, ആ എക്സ് ആണ് ഇത് കേട്ടോ, ആ എക്സിൻ്റെ കൂടെ എത്രയോ കൂട്ടുമ്പോഴാണ് നമുക്ക് 10 വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം, ഈ ഇത് ഓർത്തോണം, ഈക്വൽ കഴിഞ്ഞുള്ളതിനെ ഫസ്റ്റ്, എപ്പോഴും അങ്ങനെയാണ്, ഈക്വൽ കഴിഞ്ഞുള്ള ഫസ്റ്റ്, പിന്നെ ഇത് പ്ലസ് എക്സ് ആണ് അല്ലേ, സൈൻ ഒന്നുമില്ല, പ്ലസ് എക്സിനെ ഈക്വലിന് ഇപ്പുറത്തുണ്ടോ മൈനസ് എക്സ്, അപ്പം 10 മൈനസ് എക്സ്. ഇത് കാണാതെങ്കിലും അങ്ങ് പഠിക്കണേ നിങ്ങൾ കേട്ടോ, തെറ്റിക്കല്ലേ കേട്ടോ. അപ്പോൾ അതാണ്, ആ കണക്കാണ് ഇത് ആൾജിബ്രിക് ഫോമിലോട്ട് മാറ്റേണ്ടത്. ഓക്കെ ആണോ നിങ്ങളെ? ഇനി അതിൻ്റെ തൊട്ട് താഴെ നോക്കൂ നിങ്ങളെ, ദാണ്ടെ ഒരെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? അതുകൊണ്ട് ഈ പടം എങ്ങനെയാണ് എഴുതുന്നത്, എക്സും വൈയും പേര് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വേണേ ഒന്നുകൂടെ വരച്ച് കാണിക്കാം. ദാണ്ടെ 4 എണ്ണമുള്ള, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പാഠത്തിനകത്തിൽ ഇത് നേരത്തെ 8ാം ക്ലാസ്സിനായിരുന്നു കുഞ്ഞുങ്ങളെ ഇത് പഠിക്കാനുള്ളത് കേട്ടോ. 8 കേരള സിലബസിനാണ് ഇത് പഠിക്കാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് 7നും ആയിട്ടുണ്ട്. ഓരോ വർഷം കഴിയുമ്പോഴും ടെസ്റ്റ് മാറുമ്പം കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിനകത്തിൽ നമുക്ക് എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു എക്സ് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു എക്സ് തന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൽ വെച്ച് അങ്ങ് കയറിക്കണം. നമുക്കറിയാം എക്സും വൈയും എത്ര കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്ത എക്സ് പ്ലസ് വൈ അല്ലേ, കൂട്ടാനാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ കേട്ടോ. ഇവിടെ എക്സ് ഓൾറെഡി ഉണ്ട്. അപ്പം മുമ്പ് നമ്മൾ ചെയ്ത രീതി വെച്ച് തന്നെ, മുമ്പ് നമ്മൾ 10ൻ്റെ ഇതിലെ കുഞ്ഞുങ്ങളെ, അതുപോലെ തന്നെ എക്സ് എന്താ മൈനസ് വൈ ആണ് കേട്ടോ. അത് മുമ്പ് നമ്മൾ ചെയ്തായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു ഈ വൈ എന്ന് പറഞ്ഞു വെച്ചാൽ മൂന്നാമത് നമുക്ക് കിട്ടാനുള്ള വൈ എന്ന് പറയുന്നത് ഏതോ ഒരു സംഖ്യ ഇല്ലേ, ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല കണ്ടോ. ഈ ഒരു മുമ്പ് ഞാൻ ചെയ്ത രീതി ഓർത്തോണം കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല, ഒത്തിരി എടുത്ത് അത് വേണ്ടുന്ന കാര്യമാണ്. അതെങ്ങനെയാണ് കിട്ടുന്നത് കണ്ടോ, ഇതിനകത്തിലും കണ്ടാ വന്നത്. കാരണം ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് എല്ലാവർക്കും ഈ ഡൗട്ട്. അപ്പം ഓർത്തോണം, ഇവിടെ നമുക്ക് എക്സിൻ്റെ കൂടെ ഏതോ ഒരു സംഖ്യ ഉണ്ടാ കുറയ്ക്കണം. കണ്ടോ, ഇവിടെ കണ്ടോ മൈനസ് വൈ ആട്ടോ. ഈ മൈനസ് വൈ വന്ന കണ്ടോ, ഈ ഏതോ ഒരു സംഖ്യയുടെ കൂടെ എന്താ എന്ന് വെച്ചാൽ ഇവിടെ ഏത് സംഖ്യ എന്ന് അറിയത്തില്ല, അതിൻ്റെ കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ എക്സ് കിട്ടുന്നത് അല്ലേ. അതിനാണ്ട് ഇതങ്ങ് കാണാതെ അങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈക്വൽ കഴിഞ്ഞിട്ടുള്ളതിനെ എക്സ് എന്ന് എഴുതുക, അത് സംഖ്യയാണെങ്കിൽ സംഖ്യ എഴുതുക. പിന്നെ ഇവിടെ ഏതാണോ വരുന്നത് അത് വേണ്ട, ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഈക്വലിൻ്റെ ഇപ്പുറത്ത് വന്നുകൊണ്ട് മൈനസ് വൈ. ഇത് ഒരുപാട് എടുത്ത് പറയുന്നുണ്ട്, നിങ്ങളത് നല്ലപോലെ പഠിച്ചേക്കണേ നിങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് എന്ത് കിട്ടി, എക്സ് മൈനസ് വൈയും എക്സും കിട്ടി അല്ലേ. അപ്പം എക്സ് മൈനസ് വൈയും എക്സ് കൂടെ ആകുമ്പോൾ എങ്ങനെ, എക്സ് മൈനസ് വൈ എക്സും കൂടെ ആകുമ്പോൾ എത്ര കുഞ്ഞുങ്ങളെ, എക്സും 2x മൈനസ് വൈ അല്ലേ. അപ്പോൾ ഇവിടെ എത്ര 2x മൈനസ് വൈ. ഇനി ഇതൊക്കെ ഇതിനാണ് എക്സ് പ്ലസ് വൈയും എക്സും കൂടി അല്ലേ. അതുകൊണ്ട് ഇവിടെ ഞാൻ ചെയ്തിട്ട് എക്സ് പ്ലസ് വൈയും എക്സും കൂടെ ആകുമ്പോൾ എക്സും 2x വൈ എത്ര 2x പ്ലസ് വൈ. ഇനി എക്സും 2x മൈനസ് വൈയും എക്സും 2x ഞാൻ ചെയ്യാം, എക്സും 2x മൈനസ് വൈയും കൂടെ ആകുമ്പോൾ എത്ര 2xൻ്റെ കൂടെ എക്സ് കൂടെ കൂടുമ്പോൾ 3x മൈനസ് വൈ, 3x മൈനസ് വൈ കണ്ടോ. ഇനി എന്താ 2x പ്ലസ് വൈയും 3x മൈനസ് 5. 5 ആണോ, വൈ ആട്ടോ, വൈ ഇവിടെയും വൈ. അപ്പോൾ നോക്കിയാൽ 2x 3x 5x ഡിഫറൻറ്റ് സൈൻ വന്നാൽ 0. അപ്പോൾ ഇവിടെ എത്ര വരും 5x. ഇത് നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഈ ചാപ്റ്റർ ആൾജിബ്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നല്ലതുപോലെ പഠിക്കണേ. ഇവിടെ നിങ്ങൾക്ക് ഈ തെറ്റുന്നാണ്ട് ഇവിടെ ഇത് നല്ലതുപോലെ കാണാതെങ്കിലും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ചെയ്യാനറിയാം കേട്ടോ. ഇവിടെ ചെയ്യുന്നതിൻ്റെ ഈ ഇതൊക്കെ കാണാതെ പഠിച്ചേക്കണം കേട്ടോ. കാണാതെ എന്ന് വെച്ചാൽ സൈൻ അപ്പുറത്ത് മാറുന്നതൊക്കെ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏത് സംഖ്യയാണ് ഇത് കാണാതെ പഠിച്ചേക്കണം. ഇവിടെ നിങ്ങൾ സംഖ്യകൾ ഇട്ടൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പം ഈ ഈക്വൽ കഴിഞ്ഞിട്ട് വരുന്നത് വേണേ നിങ്ങളെ ഫസ്റ്റ് എഴുതാൻ, അത് മറക്കല്ലേ. പിന്നെ ഇതെന്താണ്, ഇവിടെ പോസിറ്റീവ് വൈ ആണ്. ഇതിപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇപ്പുറത്തില്ലല്ലോ, അതുകൊണ്ട് ഇത് പോസിറ്റീവ് വൈയെ നമ്മൾ ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവന്ന് കണ്ടാൽ നെഗറ്റീവ് വൈ വന്നത് കേട്ടോ. അതങ്ങ് പഠിക്കാമെങ്കിൽ ഈ ചാപ്റ്റർ ഓക്കെ. ഇനി അടുത്ത കണക്ക് നോക്കൂ നിങ്ങളെ. വേണ്ടേ
ഇത് നല്ലൊരു കണക്കാണ് കേട്ടോ. ഒരു ഇച്ചിരി സമയം എടുക്കുന്ന കണക്കാണ്. ഞാൻ ചുവടെയുള്ള ചിത്രങ്ങളിൽ ആദ്യത്തേതുപോലെ തന്നെ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ വരിയും നിരയുമായി എഴുതുക. രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ തന്നെ 9 സംഖ്യകൾ മാത്രമുള്ള പല ചതുരങ്ങൾ വരയ്ക്കുക. എല്ലാ ചതുരങ്ങളുടെയും നടുക്കുള്ള സംഖ്യകളുടെ അടയാളപ്പെടുത്തുക. കണ്ട കുറേ എണ്ണം നമ്മുടെ ടെസ്റ്റിൽ ഉണ്ട്. ഇത് കണ്ടോ, 1, 2, 3 എണ്ണം തന്നിട്ടുണ്ട്. കണ്ടോ, ഓരോ സമചതുരത്തിലും ചുവടെ പറയുന്നവ കണക്കാക്കുക. ഇവിടെ കണക്ക് കണ്ടോ കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് ഏതാണ്? 3, ഞാൻ ഒന്നാമത്തെ 3, 4, 5, 13, 14, 15, 23, 24, 25. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒന്നാമത്തേത്. നോക്കിക്കേ, അതിനകത്തിൽ അവർ ആദ്യം ചോദിക്കുന്നത് നടുക്കുള്ള സംഖ്യയും അതിൻ്റെ ഇടതും വലതുമുള്ള സംഖ്യകളുടെ തുകയും തമ്മിലുള്ള ബന്ധം. നിങ്ങളുടെ ടെസ്റ്റിൽ അതുണ്ട് കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഞാൻ ഒരു മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷുകാർ അതങ്ങ് എഴുതണേ, ടെസ്റ്റിലുണ്ട്. ഇനി ഞാൻ വെറുതെ എഴുതണ്ടല്ലോ. നടുക്കുള്ള സംഖ്യ എന്ന് വെച്ചാൽ 14 കേട്ടല്ലോ. ഇനി അതിൻ്റെ ഇടതും വലതുമുള്ള സംഖ്യകളുടെ തുക. ഇടതും വലതും ഏതാ കുഞ്ഞെ? ലെഫ്റ്റും റൈറ്റും. ഇനി മലയാളം എന്താ കുഞ്ഞുങ്ങളെ? അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഉള്ള സംഖ്യകളുടെ സമ്മ് കാണാൻ. മിഡിൽ നമ്പർ അല്ലെങ്കിൽ നടുക്കുള്ള സംഖ്യ എന്ന് പറയുന്നത് 14 തന്നിരിക്കുന്നത്. എഴുതിക്കോ. മിഡിൽ നമ്പർ എന്ന് വെച്ചാൽ നടുക്കുള്ള സംഖ്യ 14. സംശയമില്ല? ഉണ്ടോ? ഇല്ല. നടുക്കുള്ള 14. സം ഓഫ് ദ നമ്പർ ഓൺ ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഈസ് ട്വൈസ് ദ നമ്പർ അറ്റ് ദ മിഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടത്തും വലത്തും തങ്ങളിൽ കിടക്കുന്നത് കൂട്ടുമ്പോൾ കൂട്ടിയേ 13 + 15 രണ്ടും കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടിയ കുഞ്ഞുങ്ങളെ? 28 കിട്ടിയത്. ഈ 28 എന്ന് പറയുന്നത് എന്താ? 14ൻ്റെ ഇരട്ടിയല്ലേ? അല്ലെങ്കിൽ 14ൻ്റെ ഇരട്ടിയല്ലേ? 14 അധികം ഒന്നും പറയത്തില്ല കുഞ്ഞുങ്ങളെ. 14ൻ്റെ ഇരട്ടിയാണ് കേട്ടോ. അത് ഓർത്തോടെ. 14ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് എങ്ങനെയാ പറയുന്നത്? 14 ഇൻറ്റു 2 ഇൻറ്റു മിഡിൽ നമ്പർ എന്ന് വേണേ പറയാം. എന്താ നിങ്ങളെ? 2 ഇൻറ്റു മിഡിൽ നമ്പർ. ഏതായി മിഡിൽ നമ്പർ? ഏതാവും ഞങ്ങളെ മിഡിൽ നമ്പർ? നമ്മുടെ 14. 2 ഇൻറ്റു മിഡിൽ നമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? 2ൻ്റെ 2 മടങ്ങ് മിഡിൽ നമ്പറിൻ്റെ 2 മടങ്ങ് കൂടുതലാണ് ആണല്ലോ. ഇപ്പോൾ 13 + 15 28. ഈ 28 എന്ന് പറയുന്നത് 14ൻ്റെ ഇരട്ടി അല്ലേ? 14ൻ്റെ ഇരട്ടി. 14 ഇൻറ്റു 2 28. അപ്പോൾ 2 ഇൻറ്റു മിഡിൽ നമ്പർ. മിഡിൽ നമ്പർ എന്ന് വെച്ചാൽ എന്താ? നടുക്കുള്ള നമ്പറിൻ്റെ ഇരട്ടിയാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുവാന്നേ സം ഓഫ് ദ നമ്പർ ഓൺ ദ ടോപ്പ് ആൻഡ് ബോട്ടം. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മുകളിലും താഴെയുമുള്ള മലയാളം നോക്കണം. നടുക്കുള്ള സംഖ്യയും അതിൻ്റെ മുകളിലും താഴെയുമുള്ള സംഖ്യകളുടെ തുകയും തമ്മിലുള്ള ബന്ധം നിങ്ങൾ എന്നാ ഒന്ന് പറഞ്ഞേന്ന്. നമ്മളോട് പറഞ്ഞു ഇടത്തും വലത്തും ഉള്ളതിനെ നമ്മൾ നോക്കിയപ്പം രണ്ടും ഒരേ ഇതാ അല്ലേ? നടുക്ക് കിടക്കുന്നതിൻ്റെ 2 മടങ്ങ് കൂടുതലാണ് ഇടത്തും വലത്തും കിടക്കുന്നത് അല്ലെ ലെഫ്റ്റും റൈറ്റും കിടക്കുന്നത്. ഇനി അവർ ചോദിക്കുവാന്നേ നിങ്ങൾ മുകളിലും താഴെ ഉള്ളത് കൂടെ നോക്കാൻ. നോക്കിക്കേ, അതിൻ്റെ മുകളിൽ കിടക്കുന്ന 4, താഴെ കിടക്കുന്ന 24. 4 24 കൂട്ടിയപ്പോഴും നമുക്ക് എന്താ കിട്ടിയത്? 28 തന്നെ കിട്ടിയത് അല്ലേ? അപ്പോഴും എന്താണ്? നമ്മൾ 2 ഇൻറ്റു മിഡിൽ നമ്പർ. ഈ മിഡിൽ നമ്പറിൻ്റെ 2 മടങ്ങ് തന്നെയാണ് കേട്ടോ കുഞ്ഞുങ്ങൾ. അല്ലയോ? സംശയമുണ്ടോ? 2 ഇൻറ്റു മിഡിൽ നമ്പർ. മിഡിൽ നമ്പർ എന്ന് വെച്ചാൽ 14 അല്ലേ നമ്മളിവിടെ എടുത്തേ? 14. ഇനി അവർ ചോദിക്കുവാന്നേ നിങ്ങൾ ഇടത്തും. അപ്പം നമ്മൾ ഇതും ഫസ്റ്റ് ഏതാണ്? ഇത് രണ്ടും ചെയ്തു അല്ലേ? ഇതും ചെയ്തു കുരിശു പോലെ അല്ലേ? താഴത്തെയും മേളത്തെയും ചെയ്തു, ലെഫ്റ്റും റൈറ്റും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവർ പറയാം നിങ്ങൾ ഡയഗണൽ എന്ന് വെച്ചാൽ എതിർ മൂലകൾ തങ്ങളിൽ കേട്ടോ കുഞ്ഞുങ്ങളെ. എതിർ മൂലകൾ തങ്ങളിൽ നിങ്ങളൊന്ന് ചെയ്യാൻ. ഡയഗണൽ ഡയഗണൽ അറിയാമല്ലോ. സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് വെച്ചാൽ നേരെ നടുക്കൂടെ അല്ലേ? 3ഉം 25 എത്ര കുഞ്ഞുങ്ങളെ? എതിർ മൂലകളുടെ തുക. അതായത് സം ഓഫ് ഡയഗണൽ കേട്ടോ. സം ഓഫ് നമ്മളെ ചോദ്യത്തിൽ തന്നെ ചോദ്യം ടെസ്റ്റിലുള്ളതുകൊണ്ട് ഞാൻ വാരി വലിച്ചെഴുതുന്നില്ല. സം ഓഫ് ഡയഗണലിൻ്റെ തുക എത്ര കുഞ്ഞുങ്ങളെ? ഇവിടെ ഒരു മൂല 3ഉം ഒരു മൂല 25. 25 3ഉം എത്ര? അതും 28 കിട്ടിയേ. ഇപ്പം എങ്ങനെ ഇരിക്കും? അതും എത്ര കിട്ടിയേ? 28 ഇല്ലേ? 28. അതും എന്താ? ഈ നടുക്കുള്ളതിൻ്റെ 2 ഇൻറ്റു മിഡിൽ നമ്പർ. അതും മിഡിൽ നമ്പറിൻ്റെ 2 ഇരട്ടി തന്നെയാണ് ഇല്ലയോ? ഇനി അതർ ഡയഗണൽ, മറ്റേ ഡയഗണലോ? അത് നോക്കിക്കേ, മറ്റേ ഡയഗണൽ ഇതല്ലേ? 2 ഡയഗണൽ അല്ലേ സ്ക്വയർ? നോക്കി അതൊക്കെ 5ഉം 23. 5ഉം 23 എത്ര നിങ്ങൾ? 5ഉം 23. അതും 5ഉം 23 28. ഇപ്പം എങ്ങനെ ഇരിക്കും നോക്കിക്കേ? 14 ഇൻറ്റു 2 അതും 28 വന്നത് അല്ലേ? 5 23 + 5ഉം 28. അതും എന്താ? 2 ഇൻറ്റു മിഡിൽ. ചുരുക്കം പറഞ്ഞാൽ എന്താ? എല്ലാം എന്താണ്? ഈ നടുക്ക് കിടക്കുന്ന സംഖ്യയുടെ ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോഴും എന്താ? 28. ഈ 14ൻ്റെ ഇരട്ടിയാണ് അല്ലേ? ഇത് ഡയഗണൽ കൂട്ടിയപ്പോഴും മുകളിലും താഴെയുള്ളത് കൂട്ടിയപ്പോഴും എങ്ങനെ നോക്കിയപ്പോഴും എന്താ? അതിൻ്റെ 2 മടങ്ങാണ്. അപ്പോൾ അവർ ചോദിച്ച അടുത്ത ചോദ്യം എന്താ?
അവർ പറഞ്ഞ എല്ലാം നമ്മൾ കേട്ടുല്ലേ. നടുക്കുള്ള സംഖ്യയും സമചതുരത്തിന്റെ എതിർമൂലകളിലെ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള ബന്ധം അത് നമ്മൾ ചെയ്തു അല്ലേ. എന്ന് വെച്ചാൽ ഡയഗണലിന്റെ അത് നമ്മൾ ചെയ്തു. നടുക്കുള്ള സംഖ്യയും സമചതുരത്തിലെ എല്ലാ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള ബന്ധം എഴുതാൻ. ഇനി എന്താ പറഞ്ഞത്? നടുക്കുള്ള സംഖ്യയും നടുക്കുള്ള ഏതാ കുഞ്ഞുങ്ങളെ? 14 അല്ലേ. നടുക്കുള്ള സംഖ്യയും അതിൻ്റെ മൊത്തം കൂടി കൂട്ടണം. മൊത്തം കൂടെ കൂട്ടിയപ്പോഴേ 112 വന്നു. ഇതിലും എളുപ്പം ഇങ്ങനെ ഇത്രയും എഴുതി കൂട്ടി ചിലപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാലോ ഇല്ലയോ. അപ്പോൾ അതിലും എളുപ്പം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ? ഫസ്റ്റ് 14 × 2 നമ്മൾ എഴുതി 28. രണ്ടാമത് എഴുതി 14 × 2 28 നമ്മൾ എഴുതി. 3 14 × 2 28 എഴുതി. 4 14 × 2 28. 4 വട്ടം നമ്മളത് എഴുതിയിട്ടുണ്ട് അല്ലേ. എന്താ കാരണം ഇതിൻ്റെ എല്ലാം ഇത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 13 + 15 28 നമ്മളോട് ചോദിച്ചാൽ നടുക്ക് കിടക്കുന്ന സംഖ്യയുടെ എന്താണ്? ഇരട്ടിയാണ്. നമ്മളത് എഴുതി. ഇതും അതുപോലെ എന്താ? ടോപ്പർ മുകളിലും താഴെയുള്ളത് അതും ഇരട്ടിയാണ്. ഡയഗണൽ എതിർ മൂലകൾ തങ്ങളിൽ 2 ചെയ്തപ്പോഴും അതുപോലെ വന്നേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ എന്തോ ചെയ്യണം? അവർ പറഞ്ഞത് നടുക്ക് കിടക്കുന്ന സംഖ്യ 14. ഇപ്പം നമുക്ക് കിട്ടിയ 2 × 14 2 × 14 2 × 14 2 × 40 അല്ലേ. ഈ കിട്ടിയതെല്ലാം കൂടെ പ്ലസ് ചെയ്യുക കേട്ടോ. തുകയാന്നേ. അപ്പോൾ എന്ത് ചെയ്യുക? ഓക്കെ, ഇവിടെ ഒരു 14 ഇവിടെ ഇങ്ങനെ എടുക്കും. അപ്പോൾ നമ്മൾ ഈ 14 എന്തോ ആക്കാം കുഞ്ഞുങ്ങളെ, ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. കാരണം ഒരു 14 14. അപ്പം 1 × 14 എന്ന് എഴുതാം കേട്ടോ. അപ്പം എന്താ? ഇവരെല്ലാം ഒരു ജോഡിയാവും എല്ലാവരും. അല്ല ഇയാൾ മാത്രം ഇനി ബ്രാക്കറ്റിൽ കയറ്റിയില്ലെന്നും പറഞ്ഞ് അയാൾക്ക് വിഷമമൊന്നും തോന്നണ്ട. നോക്കിയേ, ഞാൻ മാത്രം ഒറ്റയ്ക്കാന്നോ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടിട്ട് ബാക്കിയുള്ളവരെല്ലാം നോക്കിക്കേ ബ്രാക്കറ്റിൽ ഇല്ലേ. അയാൾ ഒറ്റ. പേടിക്കണ്ട. നിന്നെ എന്ത് ചെയ്യാം? ഒന്നിലിട്ട് എന്താ 1 × 14 14 കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? 1 × 44. അപ്പോൾ എത്രയായി? ഇത് 1. ഈ 14 അല്ലാതുള്ളതിനെ എല്ലാം കൂടെ കൂട്ടുക. സമ്മാണേ. സമ്മെന്ന് വെച്ചാൽ എന്താ? കൂട്ടുക അല്ലേ. 1 3 5 7 9 9 × 14. 14 എത്ര? 9 വട്ടം 14. അപ്പോൾ ഏതാ? 9 × മിഡിൽ നമ്പർ. 9 × മിഡിൽ നമ്പർ ഇത്രയാണ് എഴുതേണ്ടത്. ഇതാണ് ഫസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത് മനസ്സിലായവർക്ക് ഇനി അവർ പറയുന്ന രണ്ടാമത്തേതാണ്. ഇത് നിങ്ങൾ അതുപോലെ ചെയ്യുക, ഇതും ചെയ്യുക. ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഇനി നമ്മൾ രണ്ടാമത്തത് അത് കാരണം അത് മനസ്സിലായവർക്ക് ഇനി ചെയ്യാൻ എളുപ്പമാണ്. അതായത് ഇതിൻ്റെ നോക്കിയോ നിങ്ങളെ, മിഡിൽ നമ്പർ ഏതാ? 52 അല്ലേ രണ്ടാമത്തെ? 52. മിഡിൽ നമ്പർ 63. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? മലയാളംകാരൻ നടുക്കുള്ള സംഖ്യ, ഇംഗ്ലീഷുകാരൻ മിഡിൽ നമ്പർ 63. ഓക്കെ ആണോ? ഇടത്തും വലത്തും അല്ലെ ലെഫ്റ്റ് ടു റൈറ്റിലെ സമ്മ് കാണാൻ. ലെഫ്റ്റ് ആൻഡ് റൈറ്റിൻ്റെ സമ്മ് 62 64. 62 64 കൂട്ടിയപ്പോൾ 126 കിട്ടി. 63ൻ്റെ ഇരട്ടിയാവും നിങ്ങളെ 126 അല്ലേ. 63 × 2 ആണ്. 2 3 6 6 2 12 100 കണ്ടോ. അപ്പോൾ എന്താ? 2 × നടുക്കുള്ള സംഖ്യ അല്ലെങ്കിൽ 2 × മിഡിൽ നമ്പർ ആണല്ലോ. 2 × മിഡിൽ നമ്പർ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? അതായത് 63 2 വട്ടം അല്ലേ. 63 + 63 അതായത് 2 × 63. മനസ്സിലാവുന്നുണ്ടോ? ഇടതും വലതും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എന്താ? ഈ 63ൻ്റെ ഇരട്ടി 126 ഇടും. അപ്പോൾ 2 × മിഡിൽ നമ്പർ അല്ലെ നടുക്കുള്ള സംഖ്യ. ഇനി അതുപോലെ മുകളിലും താഴത്തെയും കൂടെ കൂട്ടിയപ്പോഴോ അതും നമുക്ക് നോക്കൂ നിങ്ങളെ. 53 73. മുകളിലും താഴെ 53 73 കൂടെ കൂട്ടിയപ്പോഴും നമുക്ക് 126. അതും എന്താ? 126. ഈ 63ൻ്റെ ഇരട്ടി 2 × നടുക്കുള്ള സംഖ്യ അല്ലേ മിഡിൽ നമ്പർ. ഈ മലയാളം ഇംഗ്ലീഷ് കൂടെ എഴുതുന്നതുകൊണ്ടാണ് ഇത്ര ഇത് വരുന്നത് കേട്ടോ. കാരണം എനിക്ക് 2 ഇതും നിങ്ങൾ കാണുന്നുള്ളതുകൊണ്ട് 2ലും ഞാൻ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. കാരണം ഫസ്റ്റിൽ ഇത് നല്ല വൃത്തിയായിട്ട് സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. അത് മനസ്സിലാകുന്നവർക്ക് കേട്ടോ അതുകൂടെ നോക്കിയിട്ട് വേണം ഇതിൻ്റെ സ്റ്റെപ്പ് അഥവാ വേണ്ടുന്നവർക്ക്. ഇത് ഞാൻ മനസ്സിലാക്കി അങ്ങ് പോവുക. ഓക്കെ, ഇനി നടുക്കുള്ള സംഖ്യയുടെ ഇരട്ടിയാണ് എതിർമൂലകൾ ആണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇത് നോക്കൂ നിങ്ങളെ. ഡയഗണൽ എന്ന് വെച്ചാൽ കോണോട് കോണ് എതിർ. 52ഉം 74 കൂടെ കൂട്ടുമ്പോൾ എത്ര ആവും നിങ്ങളെ? 126. അതും എന്താവും നിങ്ങളെ? 2 × മുമ്പലത്തെ അതുപോലെ തന്നെ 2 × മിഡിൽ നമ്പർ അല്ലേ. ഇനി വേറെ ഒരെണ്ണോടുണ്ടല്ലോ 54 × 72 ഡയഗണലാ. 54 × 72 അതും എത്ര? 54 72 കൂടെ കൂട്ടുമ്പോഴും 126. അതും അത് തന്നെ. അതായത് എന്തു മനസ്സിലായി നിങ്ങൾക്ക്? നോക്കിക്കേ. കാരണം ഇത് അടുത്തടുത്ത സംഖ്യകളാണ് അല്ലേ ആണല്ലോ. 52 51 54 ആണല്ലോ. 62 63 64 72 71 74. ഇനി ഇങ്ങനെയാണെങ്കിലോ 10ൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇനി അങ്ങോട്ട് പറയാം അല്ലേ. 52ഉം 10 62ഉം 10 72 53ഉം 10 63 73 54 10ൻ്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് ഡയഗണൽ അല്ലെങ്കിൽ എതിർമൂലകൾ അല്ലേ. പിന്നെ മുകളിൽ നിന്ന് താപ്പോട്ടും ലെഫ്റ്റ് ടു റൈറ്റും ഒക്കെ
കൂട്ടി എഴുതാൻ മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ ഇല്ലേ. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ സമ്മ് ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടണം. സം ഓഫ് ഓൾ നമ്പർ എല്ലാ നമ്പറും കൂടെ കൂട്ടണം. എല്ലാ സംഖ്യകളുടെ തുകയ്ക്ക് നമ്മൾ ഓരോന്ന് പറക്കിയാണ്ടേത് 52 അധികം 53 അധികം 54 അധികം 62 അധികം 64 അങ്ങനെ കൂട്ടുന്ന നിങ്ങൾ എന്ത് ചെയ്താൽ മതി. നമുക്കിപ്പോൾ കിട്ടിയ സംഖ്യ അറിയാമല്ലോ. ഇവിടെ 63 മിഡിൽ നമ്പർ. ഫസ്റ്റ് എല്ലാ നമ്പരും കൂട്ടണം. അപ്പോൾ 63 അധികം ഇപ്പം നമുക്ക് കിട്ടിയ 2 × 63 2 × 63 ഇത് കിട്ടിയ അറിയാമല്ലോ. മിഡിൽ നമ്പർ എന്ന് പറയുന്നത് 63 അതാണ് 2 × നടുക്കുള്ള സംഖ്യ എന്ന് വെച്ചാൽ മിഡിൽ നമ്പർ 63. മനസ്സിലായോ നിങ്ങളെ? അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 4 അങ്ങനെ 2 × 63 2 × 63 എന്ന് എഴുതുക. മനസ്സിലായോ നിങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാൻ സ്പീഡ് കൂടുതൽ വെച്ചാൽ ആദ്യത്തെ അത് തന്നെ നിങ്ങളെ നമ്പറുകൾക്ക് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അത് മനസ്സിലാവുന്നവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. കാരണം ഇത് സെയിം ഇത് തന്നെ. ഇവിടുത്തെ ഈ തന്നിരിക്കുന്നതിൻ്റെ നടുക്കലത്തെ സംഖ്യ 63. പിന്നെ നമ്മൾ എന്താ മറ്റേതെല്ലാം 2 മടങ്ങ് കൂടുതലാണ്. 63 × 63ൻ്റെ 2 ഇത് എല്ലാം അത് തന്നെയാണ്. മുമ്പ് തന്നിരിക്കുന്ന സംഖ്യയുടെ ഒരു മാറ്റമല്ല ഉള്ളൂ. ഇവിടെ മുമ്പ് ഞാൻ പറയായിരുന്നു ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അയാൾ കരയും. അയാളെ എന്ത് ചെയ്യണം? ഒരു കമ്പനി കൊടുക്കണം. ഒരാളെയും കൂടെ 1 × 60 ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താലും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്താൽ അല്ലെങ്കിൽ ഗുണിച്ചാലും ആ സംഖ്യ തന്നെ. അതുകൊണ്ട് നമ്മൾ അയാളെ എന്ത് ചെയ്തു? ഒരു ബ്രാക്കറ്റ് കയറ്റി അയാളുടെയും വിഷമം മാറ്റി എല്ലാവരുടെയും വിഷമം മാറ്റി കൂട്ടി കയറ്റിയിട്ടുണ്ട്. സമ്മാണ്. സമ്മെന്ന് വെച്ചാൽ കൂട്ടുകയാണ് അല്ലേ. കൂട്ടുമ്പോൾ എത്ര? ഈ 61 അല്ലാതെ ബാക്കിയുള്ളതിനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 9 വരുന്നു. എന്നിട്ട് എല്ലാത്തിലും 63 ഉണ്ട്. 63 പറക്കി എഴുതുന്നു. 9 × മിഡിൽ നമ്പറായ 63 9 ഇവിടെ വന്നത്. മനസ്സിലായോ? ഇനി അടുത്ത ഒരെണ്ണം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. എത്ര? 67 68 69 ഉണ്ടല്ലോ നിങ്ങളെ. അതും ഈ പറയുന്ന പോലെ എന്താണ്? മിഡിൽ നമ്പർ ഇവിടെ 78 ഇടത്തും വലത്തും കൂടി കൂട്ടി 68 88 കൂടെ കൂട്ടിയപ്പോൾ അല്ലേ 68 88 കൂടെ കൂട്ടിയപ്പോൾ 156 അല്ലേ. എന്താ 2 × അതായത് ഈ 78ൻ്റെ 2 മടങ്ങ് 78 അധികം 78 എന്താ ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 156 കിട്ടി. അപ്പോൾ 2 × മിഡിൽ നമ്പർ 2 ഗുണം നടുക്കലത്തെ സംഖ്യ അല്ലേ നടുവിലെ സംഖ്യ എന്ന് നിങ്ങൾക്ക് മലയാളം മീഡിയത്തിൽ എഴുതിയാലും മതി. ഇനി ഇടത്തും വലത്തുമുള്ളതോ 77 79 അതും ഈ പറയുന്ന പോലെ 2 × ഒരെണ്ണം ചെയ്യാമെങ്കിൽ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ. 2 × മിഡിൽ നമ്പറാണ്. ഇനി ഡയഗണൽ അല്ലേ എതിർമൂലകൾ തങ്ങളിലോ എതിർമൂലം എന്ന് വെച്ചാൽ ഇത് 69 87 67 89 അതും കൂട്ടുമ്പോൾ എന്താ 2 156 വരുന്നത് അല്ലേ അല്ല. അപ്പം ഇവിടെ എന്താണ് 1 2 3 4 എണ്ണം 2 × മിഡിൽ നമ്പർ അല്ലേ. ഇവിടുത്തെ നടുക്കളത്തെ ആളാരാ 78. അപ്പോൾ നമ്മൾ സം ഓഫ് നമ്പർ എന്ന് എഴുതുമ്പം 78 ഇപ്പോൾ പിടികിട്ടിയോ 78 അധികം നമ്മളെല്ലാത്തിലും അങ്ങനെ അല്ലയോ നിങ്ങൾ എഴുതിയേക്കുന്നത്. നോക്കിയേ ഇവിടുത്തെ നടുക്കളത്തെ ആൾ 63 2 × 63 2 × 63 ഇവിടെ നടുക്കളത്തെ ആൾ 78 2 × 78 2 × 78 അങ്ങനെ 4 വട്ടം. എന്നിട്ട് എന്ത് ചെയ്യുക 78ന് നമ്മളൊരു കമ്പനിക്ക് ആളിനെ കൊടുക്കണം 1 × 6 ഇങ്ങനൊന്നും പറയുന്നത് കേട്ടോ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്പം മനസ്സിലാവും കുഞ്ഞുങ്ങളെ. ഇവിടെ നോക്കിക്കുക ഇയാൾ മാത്രം ഒറ്റയ്ക്കുക ബാക്കിയുള്ളവർക്കെല്ലാം കമ്പനി. അപ്പോൾ നമ്മളെന്താ ഒരാളും കൂടെ കമ്പനി കൊടുക്കുമ്പോൾ എന്താ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അപ്പം നമുക്ക് എന്താ 1 × 78 വന്നു. അപ്പോൾ എന്താ ഈ 78 അല്ലാതെ വരുന്നതിനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരുന്നു 9 വരുന്നു. 9 × 78 9 × മിഡിൽ നമ്പറായ 78 ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? ഇനി എന്താ ഇതിൻ്റെ ഇതിൻ്റെ ബീജഗണിത രൂപത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കണക്കിനെ നമ്മൾ ബീജഗണിത രൂപത്തിൽ അതായി പെട്ടുപോകുന്നത് അല്ലേ. ഇത്രയും നമ്മൾ ഈ ചെയ്തതിനെ ബീജഗണിത രൂപത്തിൽ എഴുതണം കേട്ടോ. എങ്ങനെ എഴുതും നോക്കൂ നിങ്ങളെ. നമ്മുടെ ടെസ്റ്റിലതിൻ്റെ ഹിന്ദു എല്ലാം കൊടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല ഇല്ലേ. അപ്പം നമ്മൾ ബോക്സ് വരയ്ക്കുക. നോക്കൂ നിങ്ങളെ ഇവിടെ ബോക്സ് നമ്മൾ കൊടുക്കുക. ബീജഗണിത രൂപത്തിൽ വരയ്ക്കുന്നതാണ്. ഒന്ന് ഇത്രയല്ലായിരുന്നോ 3 3 6 കോളം 9 എണ്ണം അല്ലായിരുന്നോ? കോളം എത്ര എന്നൊക്കെ അറിയണേ. ഓക്കെ ഇനി ഇതിനകത്തിൽ നമുക്ക് എന്താ ഇവിടെ നമുക്ക് വല്ലതും തന്നിട്ടുണ്ടാവും നിങ്ങളെ. ഒന്നും തന്നിട്ടില്ലല്ലേ. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് നമുക്ക് എക്സിൽ തുടങ്ങാം. ഒന്നും തന്നിട്ടില്ല അപ്പം നമ്മളതിനെ എക്സിൽ തുടങ്ങാം കേട്ടോ. കാരണം എങ്ങനെയാണെന്നും അറിയത്തില്ല. പക്ഷേ ഈ എക്സിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താവും നിങ്ങളെ ഇതിനേക്കാൾ ചെറുതാണ്. കാരണം എന്താ നമ്മളിപ്പോൾ നോക്കിക്കേ മുമ്പേ ഫസ്റ്റ് നമ്പർ തന്നെ നോക്കിയേ എത്രയായിരുന്നു
ഫസ്റ്റ് നമ്പർ പേപ്പർ അപ്രത്യക്ഷമായോ? അതാണ്. അതെ, 3, 4, 5 അല്ലേ? പിന്നെ 13, 14, 15 ഇങ്ങനെയൊക്കെയല്ലേ, ഇല്ലയോ? എന്താ നിങ്ങളെ 3, 4, 5, 13 എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ എക്സ് 3, 4, 5 3, 4, 5 എന്ന് പറയുന്നത് ഓരോ സംഖ്യ കൂടുതലാണ് അല്ലേ? ഓരോ സംഖ്യ. അപ്പോൾ അത് 4-നെക്കാട്ടും 1 കുറവാണ് 3, 4-നേക്കാൾ 1 കൂടുതലാണ് 5. അതറിയാലോ, നമ്മൾ ഫസ്റ്റ് പഠിച്ച ആൽജിബ്ര അല്ലേ? എന്താണ് 3, 4, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-നേക്കാൾ 1 കുറവാണ് 3, 4-നേക്കാൾ 1 കൂടുതലാണ് 5. അപ്പം നമ്മൾ ഈ 4 എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ എന്താ, എക്സ് -1 ഇത് എക്സ് +1 ഇല്ലയോ? മനസ്സിലായോ? ഇപ്പം സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇനി നമ്മൾ 3, 4, 5 കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താ അവർ പറഞ്ഞത്? 13, 14, 15 13, 14, 15 അല്ലേ? അതിൻ്റെ താഴത്തെ ആണോ നിങ്ങളെ? അപ്പോൾ ഇവിടെ നോക്കിയേ, 13, 14, 15 എന്ന് പറയുന്നത് 10ൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു അല്ലേ? എന്താ നിങ്ങളെ? 10ൻ്റെ ഡിഫറൻസ് ആയിരുന്നു ഉള്ളത് കേട്ടോ, 10ൻ്റെ ഡിഫറൻസ്. ഇനി ഈ എക്സിനേക്കാൾ 10 കുറവായിരുന്നു മേളി, ഇല്ലയോ? ഇല്ലയോ? ഇതിപ്പോൾ ഞാൻ 3, 13, 14, 15 എന്നുള്ള 3 കോളമല്ലേ? അതിൻ്റെ താഴെ ഏറ്റവും താഴെ എത്ര? 23, 27, 25 23, 24, 25. അതുകൊണ്ട് ഇത് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴും 3 റോയാ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അല്ലേ? 3 റോയാണ്. ഇതിനകത്തിലെ നോക്കിക്കേ, ഇപ്പോൾ ഈ 14 എക്സ് എന്ന് പറയുന്നത് 14 ആയിക്കോട്ടെ, 14 അല്ലേ? അതിൽ നിന്ന് 1 കുറവാണ് 13, 1 കൂടുതലാണ് അടുത്തത്. ഇനി താഴെ 14, 24 24 എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? 10ൻ്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഈ എക്സിൽ നിന്നും ഇങ്ങോട്ടൊക്കെ 14ഉം 10ഉമാണ് 24. അതുകൊണ്ടാണ് ഇവിടെ 10x + 10. അപ്പം മേളിലോ 10 കുറവാണ് കേട്ടോ, അത് ഓർത്തോണേ. 10 കുറവാണ്, അതായത് 14ൽ നിന്ന് 10 കുറവാണ് 4. ഇപ്പോൾ പിടികിട്ടിയോ? അത് മറക്കല്ലേ കേട്ടോ, അത് നല്ലതുപോലെ അറിയണേ കേട്ടോ. ഇനിയും നോക്കണേ, ഇനി നോക്കണേ കുഞ്ഞുങ്ങളെ, ഈ x - 10ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി ഇവിടെ എഴുതണം, 1 കുറച്ച് ഇവിടെ എഴുതണം അല്ലേ? എന്താ, x - 10ൽ നിന്ന് എന്ത് ചെയ്യണം? 1 കുറയ്ക്കുകയാണ് അല്ലേ? -10ൻ്റെ കൂടെ വലത്തല്ലേ, വലത്താകുമ്പോൾ 1 കൂട്ടുക, +1 കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ 4ൻ്റെ കൂടെ 4 എന്നായത് വിചാരിച്ചെങ്കിൽ അതിൻ്റെ വലത്ത് വശത്ത് 1 കൂടുതലും ഇടത്ത് വശത്ത് 1 കുറവില്ലയോ? അപ്പോൾ -10 ഇവിടെ വന്നത്, അതിന് സംശയമില്ലല്ലോ. ഇത് +10 ഇത് -10 വന്ന സംശയമില്ലല്ലോ നിങ്ങളെ. കാരണം എന്താ, 14ൻ്റെ കൂടെ 10 കൂടുതലാണ് താഴെ, 10 കുറവാണ് മേലിൽ. അപ്പോൾ ഈ 10ൻ്റെ കൂടെ 1 കൂട്ടിയതാണ്, 4ൻ്റെ കൂടെ 1 കൂട്ടിയതാണ് 5. അപ്പം 10ൻ്റെ കൂടെ 1 കൂട്ടണം അല്ലേ? നോക്കിയേ, -10ഉം +1ഉമാണ്. -10ഉം +10 ഡിഫറൻറ്റ് സൈൻ വന്നാൽ ഓർത്തോണേ കുഞ്ഞുങ്ങളെ. ഡിഫറൻറ്റ് സൈൻ വന്നാൽ നിങ്ങൾക്കത് ഉണ്ടോയെന്ന് അറിയത്തില്ല, CBSE-ലൊക്കെ ആ കുഞ്ഞുങ്ങളെ കൂടുതൽ ഇൻറ്റീജിയർ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് കേട്ടോ, ഐഡൻറ്റിറ്റി ഇൻറ്റീജിയർ കേട്ടോ. അപ്പം ഡിഫറൻറ്റ് സൈൻ വന്നാൽ ഇനി ആയാലും ഓർത്തോ, ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കണം, കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താണ്, ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കണം. 10ൽ നിന്ന് 1 കുറച്ചിട്ട് വലുത് ഏതാ, 10 അല്ലേ, അതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. പിന്നെ ഇവിടെ ഒരു എക്സ് ഓൾറെഡി ഉണ്ടായിരുന്നു, ആ എക്സ് വല്ലോ മനസ്സിലാവുന്നുണ്ടോ എന്തോ, വല്ലോ മനസ്സിലായോ നിങ്ങളെ? അതായത് x -10 അല്ലേ, അതിൽ നിന്നും എന്തോ ചെയ്യണം, ഒരു +1 ഒന്നുകൂടെ കൂട്ടണമെന്ന് കേട്ടോ. ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണം, ഡിഫറൻറ്റ് സൈൻ അല്ലേ നിങ്ങൾ, ഇവിടെ ഒരു -10ഉമാണ്, ഇവിടെ ഒരു +10ഉമാണ്. അങ്ങനെ ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. 10ൽ നിന്ന് 1 കുറയ്ക്കണം 9. വലിയ സംഖ്യയുടെ സൈൻ ഏതാണെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കണം. പിന്നെ എക്സിനെ അതുപോലെ x -1 x -9. ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? x - 10ൽ നിന്ന് എന്ത് ചെയ്യണം, -1 ആണ്, 1 കുറയ്ക്കണം അല്ലേ? ഒരേ സൈനാ വന്നതെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, എന്ത് ചെയ്താൽ മതി? ഒരേ സൈനാണെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എത്ര വരും? 10ഉം 1ഉം 11. ഏതാ സൈൻ? അത് തന്നെയായിരിക്കും. അപ്പോൾ എത്ര? 10 - 11 ആയിരിക്കും കേട്ടോ. മറക്കല്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? അപ്പോൾ വന്നത് എങ്ങനെയാന്ന് ആണോ? ഇനി എന്തോ ചെയ്യണം, ഇവിടെ 10 x + 10 അല്ലേ, 10ൽ നിന്ന് ഇവിടെ ലെഫ്റ്റ് ആകുമ്പോൾ 1 കുറയുക, അങ്ങനെ x -9 അല്ലേ? ഇവിടെ 1 കൂടുതൽ, എന്താ, x + 11 കേട്ടോ.
പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ എക്സിൽ തുടങ്ങി കേട്ടോ. ഈ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 14 മിഡ് നമ്പർ. അതിൻ്റെ കൂടെ 1 കുറച്ച് ലെഫ്റ്റ്, 1 കൂട്ടി റൈറ്റ്. മേളി നോക്കിയേ, 10 കുറച്ചപ്പോഴാണ്, 10 കുറച്ചാണ് മുകളിൽ, 10 കൂട്ടി താഴെ. അതത്ര ഓക്കെ ആണെന്ന് എനിക്കറിയാം. അപ്പം നോക്കൂ നിങ്ങളെ, ഈ 10ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോൾ 11, 1 കുറച്ചപ്പം 9. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും തെറ്റുന്നത് അല്ലേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഡിഫറൻറ്റ് സൈനാ വന്നെങ്കിൽ അതിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളത് നോക്കി മനസ്സിലാക്കണേ. -10ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുകയാണ്. -10ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പം എത്ര? -9. കാരണം ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ എന്താണ്? -10ൻ്റെ കൂടെ 1 കുറയ്ക്കുക. ഇവിടെ നോക്കിയാൽ 2 ഒരേ സൈൻ വന്നാൽ കൂട്ടണം, കൂട്ടിയിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ റിലേഷൻ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? മുമ്പ് നമ്മൾ പറഞ്ഞ രീതി തന്നെ നോക്കൂ നിങ്ങൾ. അതിൻ്റെ റിലേഷൻ തിരിച്ച് വലിയ കണക്കാണ് കേട്ടോ. ഇവർ തങ്ങളുള്ള ബന്ധം മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്താ, മുകളിൽ നിന്ന് താപ്പോട്ട്, ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്ത് നിന്ന് വലത്തോട്ട് നോക്കണം നിങ്ങൾ. ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്ത് നിന്നും വലത്തോട്ടുള്ളതാണെങ്കിൽ എങ്ങനെയാ? x-1ഉം x+1 അല്ലേ? x-1ഉം x+1ഉം എത്ര? 2x. ഇതൊരിക്കലും എടുക്കത്തില്ല. അത് ഞാൻ ഒത്തിരിയും പറഞ്ഞു. അപ്പോൾ എത്ര? 2x. ഏതാ? ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ ഇടത്ത് നിന്നും വലത്തോട്ട്. ഇനി മുകളിൽ നിന്നും താപ്പോട്ട്, മുകളിൽ നിന്നും ഇച്ചിരി വലിയ കണക്കാവും നിങ്ങളെ, താഴോട്ട് അല്ലേ. മുകളിൽ നിന്നും താപ്പോട്ട് ഇടാം. x-10ഉം x+10ഉമാണ് അല്ലേ. അവിടെ നോക്കിയേ, ഇത് ഡിഫറൻറ്റ് സൈനാണ് അല്ലേ. അതപ്പോൾ ഒരേ സംഖ്യകൾ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നാൽ 0 ആണ്. നമ്മൾ കുറേ പഠിച്ചാൽ 2x ആണ് അവിടെ വരുന്നത്. അതും എന്താണ്? 2 ഇൻറ്റു മിഡിൽ നമ്പർ. അതുമ്പോൾ നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ വന്നില്ലേ. 2 എന്ന് വെച്ചാൽ എക്സ്, നടുക്ക് വന്നത് എക്സ് ആണ്. ഇവിടെ നമുക്ക് എന്താ, 2 കൂടെ കൂട്ടുമ്പോൾ അതിൻ്റെ 2 ഇരട്ടിയാണ്. 2 ഇൻറ്റു മിഡിൽ നമ്പർ അല്ലെങ്കിൽ 2 ഇൻറ്റു എന്താ, നടുക്കലത്തെ സംഖ്യ അല്ലേ. ഇവിടെ അത് തന്നെ അല്ലേ കുഞ്ഞുങ്ങളെ. 2 ഇൻറ്റു മിഡിൽ നമ്പർ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? നടുക്കലത്തെ സംഖ്യ അല്ലേ. നടുക്കലത്തെ സംഖ്യയുടെ 2 ഇരട്ടിയാണ് നമുക്ക് വരുന്നത്. ഇനി ഡയഗണൽ ആണെങ്കിലോ, ഇതിനും എന്താ നിങ്ങളെ? ഡയഗണൽ ഉണ്ട് കേട്ടോ. ഡയഗണൽ എന്ന് വെച്ചാൽ എന്താ? കോണോട് കോഡ്. എത്ര? 10 - 11ഉം പിന്നെ എത്ര? x+ അല്ലേ. അതല്ലേ ഡയഗണലിൻ്റെ x-11ഉം ഇവിടെ എങ്ങനെ 10 വന്ന് x-ആവും നിങ്ങൾ കേട്ടോ. സോറി, ഇവിടെ x-ആണ്. കാരണം x-10ൻ്റെ കൂടെ 1 കുറച്ചപ്പോൾ x-ആണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര നോക്കൂ നിങ്ങൾ? x-11 പിന്നെ എത്ര? x+11. ഇതും എന്താ, ഒരേ സംഖ്യ തന്നെ, ഡിഫറൻറ്റ് സൈൻ വന്നാൽ 2x. ഇവിടെയും 2x ആണ് വന്നത്. 2x ഇൻറ്റു മിഡിൽ നമ്പർ അല്ല, 2 ഇൻറ്റു മിഡിൽ നമ്പർ. 2 ഇൻറ്റു മിഡിൽ നമ്പർ, അതായത് മിഡിൽ നമ്പറിൻ്റെ 2 മടങ്ങാണ് ഇവിടെയും വന്നത്. അപ്പം മറ്റേ ഡയഗണലും അത് തന്നെയല്ലേ. ഡയഗണൽ 2 എണ്ണം ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. അതെന്താ? x-9ഉം x-9ഉം എത്ര? x-9ഉം x+9ഉം ആണല്ലോ. ഇവിടെ പ്ലസ്സാണ്. ഉണ്ട്, അതിപ്പോൾ ചെയ്തപ്പോഴാണ് ഒരു ഇത് നല്ലപോലെ നോക്കണേ നിങ്ങൾ കേട്ടോ. സൈൻ ഒന്നും മാറിപ്പോയില്ലേ. x+10 1 കുറച്ചാൽ x+9 ആണ്. 1 കൂട്ടിയാൽ x+11 ആണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞു പോകുമ്പോൾ നോക്കിക്കോണേ കേട്ടോ. ഇത് ഇച്ചിരി വലിയൊരു കണക്കാണ് കേട്ടോ. കാരണം ഈ ഇതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ എന്താ? 2x x+9ഉം x+9 കൂടെ ആയപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോയി. ബാക്കി അതിൻ്റെ 2x. അതും എന്താ? 2 ഇൻറ്റു മിഡിൽ നമ്പറാണ്. എന്താ? എക്സ്, നടുക്ക് കിടക്കുന്ന എക്സ് ആണ്, അതിൻ്റെ 2 ഇരട്ടിയാണെന്ന്. അപ്പോൾ ഈ പറയുന്ന പോലെ മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ എങ്ങനെ എഴുതും? മിഡിൽ നമ്പർ എക്സ് ആണ്. മുമ്പ് ചെയ്തതിൻ്റെ ആൽജിബ്രിക് ഫോമിൽ എങ്ങനെ എഴുതും? എക്സ് ആണ്. പിന്നെ 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ്, എക്സ് അല്ലേ ഇവിടെ വന്നത് എല്ലായിടും, പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ്, 4 എണ്ണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എക്സിന് എന്താ, കമ്പനിക്ക് ഒരാളെയും കൂടെ കൊടുക്കണം. അപ്പോൾ 1 ഇൻറ്റു എക്സ് കൊടുക്കും അല്ലേ. ഓക്കെ, ഇനി അത് എഴുതണ്ട, അല്ലാതെ ഇതുപോലെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ മൊത്തം എക്സ് മാറ്റിയാൽ മൊത്തം എത്ര എണ്ണം വരും? 1 3 5 7 9 9 എക്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതും? 9 ഇൻറ്റു എന്താ കുഞ്ഞുങ്ങളെ? മിഡിൽ നമ്പർ ഇതാണ് 9 എക്സ് ആണ് ഇവിടുത്തെ ആൻസർ. ഇത്രയേ ഉള്ളൂ. ഇതൊരു വലിയ കണക്കാണ് കേട്ടോ. ആദ്യത്തെ ഒരെണ്ണം പിടികിട്ടിയവർക്ക് ഇതെല്ലാം മനസ്സിലായി കാണും. ഇതൊരു വലിയ കണക്കാണ് കേട്ടോ. നല്ലപോലെ സമയമെടുത്ത് സമാധാനത്തെ നോക്കി വേണം പഠിക്കാൻ. ചാടിക്കയറി ഇത് പഠിക്കരുത്.
കേട്ടോ. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇതൊന്നുമില്ല, ഇതറിയാമല്ലോ. ഇതെന്ന് വെച്ചാൽ കൂട്ടുവാണോ കുറയ്ക്കുവാണോ എന്ന് ഇതിൽ തന്നെ കിടപ്പുണ്ട്. ലെഫ്റ്റിലോട്ടാണെങ്കിൽ കുറയ്ക്കുക, റൈറ്റ് ആണെങ്കിൽ കൂട്ടുക, താപ്പോട്ടാണെങ്കിൽ 10 കൂടി, മേപ്പോട്ടാണെങ്കിൽ 10 കുറച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ വലത്ത് വശത്ത് വന്നപ്പം -10ൻ്റെ കൂടെ 1 കൂട്ടിയപ്പം ഈ 9 വന്ന്. കൂട്ടുമ്പോൾ സാധാരണ 11 വരുന്നതെന്നല്ലേ നിങ്ങളുടെ ചോദ്യം. ഡിഫറൻറ്റ് സൈൻ ആയതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ അതുപോലെ കേട്ടോ കുഞ്ഞുങ്ങളെ. ഓക്കെ ആണല്ലോ? ഓക്കെ, താങ്ക് യു കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ.